ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ പുതുവർഷത്തിൽ, അതായത് 2025 വർഷം, ജ്യോതിഷപരമായി പല പ്രധാനപ്പെട്ട ഗ്രഹങ്ങളും രാശി മാറുന്ന വർഷമാണ്. സകല രാശിക്കാരെയും ബാധിക്കുന്ന രീതിയിൽ രാഹുകേതുക്കളും ശനിയും വ്യാഴവും രാശി മാറുന്നു. ഈ രാശിമാറ്റം ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവ മാറി ഗുണഫലങ്ങളും പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ്. ഇത്തരത്തിൽ 2025 വർഷത്തിൽ ഈ രാശിമാറ്റം കൊണ്ട് ഇടവം രാശിക്കാരായ കാർത്തികയുടെ 2, 3, 4 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ, രോഹിണി നക്ഷത്രം, മകീരത്തിന്റെ 1, 2 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും ബിസിനസ്സിലൂടെയും ജോലി ചെയ്തും മറ്റും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത്. അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട്, വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും അനുകൂല സമയത്തെയും വീഡിയോയിൽ പറയുന്നു. ഇതിൽ പറയുന്ന സമയങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ ജീവിത വിജയം ഉണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുവാൻ കഴിയുന്നതുമാണ്. പുതുവർഷം മെയ് മാസം 18 രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും മാറുന്നു. അതുപോലെ തന്നെ മാർച്ച് മാസം 29 ശനി മീനം രാശിയിലേക്ക് മാറുന്നു. വ്യാഴം മെയ് മാസം 14 മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുകയും ഒക്ടോബർ മാസം 18 കർക്കിടകത്തിലേക്ക് കടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കർക്കിടകത്തിൽ നിന്നും വക്രം പ്രാപിച്ച് ഡിസംബർ മാസം 5 മിഥുനം രാശിയിലേക്ക് തിരികെ എത്തുകയും ചെയ്യും. ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരവും വേണ്ട രീതിയിൽ അപഗ്രഥിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത്. ഇടവം രാശിക്കാർക്ക് വ്യാഴം ജന്മരാശിയിലും തുടർന്ന് ധനസ്ഥാനമായ 2ാം ഭാവത്തിലും സഹോദര സ്ഥാനമായ 3ലും മാറി മാറി സഞ്ചരിക്കുന്നു. വ്യാഴം 2ൽ സഞ്ചരിക്കുന്ന മെയ് മാസം 14 മുതൽ ഒക്ടോബർ മാസം 18 വരെയും തുടർന്ന് ഡിസംബർ മാസം 5 മുതൽ 31 വരെയുമുള്ള സമയം ജീവിതത്തിൽ ഏറെ ഭാഗ്യമുണ്ടാകുന്നതാണ്. വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ്. അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ്. മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്ക് ശ്രവിക്കുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിനുമെല്ലാം പ്രസ്തുത സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ്. ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകുന്നതാണ്. ലോട്ടറി ഭാഗ്യമോ ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം, സ്ഥലക്കച്ചവടം മുതലായവയിൽ നിന്നുമെല്ലാം അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുകയും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വ്യാഴത്തിനോടൊപ്പം ശുക്രനും ശനിയും അനുകൂലമാകുന്ന ജൂൺ 29 മുതൽ ഓഗസ്റ്റ് 21 വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും. ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരുന്നതാണ്. 2025 വർഷത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുയോജ്യമായ സമയമാണിത്. ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് കരുതി വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. ഇടവക്കൂറുകാർക്ക് നിലവിൽ ശനി 10ാം ഭാവമായ കുംഭത്തിൽ നിന്നും ഏറ്റവും അനുകൂലമായ 11ലേക്ക് മാർച്ച് 29 സഞ്ചരിക്കുന്നു. രാശിമാറ്റത്താൽ ജീവിതത്തിൽ വളരെയേറെ ഐശ്വര്യം അനുഭവപ്പെടുന്നതാണ്. ശരീരത്തിന് പൊതുവെ ആരോഗ്യം അനുഭവപ്പെടുന്നതും ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും. കൃഷി, ഫാമിംഗ് മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും
നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് രാശിമാറ്റ ശേഷം വരാനിരിക്കുന്നത്. രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർ പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. ശനി 11-ൽ സഞ്ചരിക്കുന്നതിനാൽ ശത്രുക്കളെ തുരത്താനും പ്രശ്നങ്ങളെ നിസ്സാരമായി മറികടക്കാനും കഴിയും. നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതുമാണ്. അധികാരമുള്ള സ്ഥാനവും മാന്യതയും സമൂഹത്തിൽ ലഭിക്കും. മത്സരങ്ങളിൽ അനായാസം ജയിക്കാനാകും. സ്വന്തക്കാരും സുഹൃത്തുക്കളും പിന്തുണയുമായി എപ്പോഴും കൂടെയുണ്ടാകും. കൂടാതെ കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരും. അവിവാഹിതർക്ക് വിവാഹലബ്ധിക്ക് അനുകൂലമായ സമയമാണ്. ശുക്രൻ കൂടി അനുകൂലമാകുന്ന മാസങ്ങളിൽ വിവാഹത്തിന് ഇടയാകുകയും ചെയ്യും. ഇടവക്കൂറുകാർക്ക് മെയ് മാസം 14-ാം തീയതി മുതൽ നവംബർ മാസം 2-ാം തീയതി വരെ വിവാഹത്തിനും പുതിയ കലാരൂപങ്ങൾ പഠിക്കുന്നതിനുമെല്ലാം വളരെ അനുകൂലമായ സമയമാണ്. വിവാഹം മുടങ്ങിക്കിടക്കുന്ന ആളുകൾ, വിവാഹം നടക്കാത്ത ആളുകൾ, പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർ എന്നിവർക്കെല്ലാം ഈ കാലഘട്ടത്തിൽ വിവാഹത്തിനായി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതാണ്. കുടുംബ കലഹവും മറ്റും കൊണ്ട് വിവാഹമോചനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നവർ ഈ സമയത്ത് സമവായ ചർച്ചകൾ നടത്തുകയാണെങ്കിൽ കലഹത്തിൽ നിന്നെല്ലാം കരകയറാനും പുതിയൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാനും സാധിക്കുന്നതാണ്. അതിൽ തന്നെ ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 17 വരെയുള്ള കാലഘട്ടം വളരെ അനുകൂലമായ സമയമാണ്. ഈ സമയത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കളും ആഭരണങ്ങളും വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ്. കൂടാതെ ഇടവക്കൂറുകാരുടെ ജോലിക്ക് പോകാൻ താല്പര്യമുള്ള ഭാര്യമാർ ഈ സമയത്ത് ജോലിക്കായി പരിശ്രമിക്കുകയാണെങ്കിൽ നിശ്ചയമായും അവർക്ക് ജോലി ലഭിക്കുന്നതിനും കുടുംബത്തിൽ വരുമാന വർധനവ് ഉണ്ടാകുന്നതിനും കാരണമാകും. എന്നാൽ ഇടവം രാശിക്കാർക്ക് വിവാഹത്തിന് നവംബർ 2 മുതൽ ഡിസംബർ 20 വരെയുള്ള കാലഘട്ടം ഒട്ടും അനുകൂലമല്ലാത്തതാണ്. ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ. പൂർണ്ണമായും തള്ളിക്കളയണമെന്നല്ല, എന്നിരുന്നാലും വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങൾ നടത്തിയിട്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകുക. ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ്. സ്ത്രീകൾ നിമിത്തം ധനനഷ്ടവും ഉണ്ടാകാം. പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം. ഇടവം രാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം ജൂൺ മാസം 6-ാം തീയതി മുതൽ 22-ാം തീയതി വരെയും പിന്നീട് ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 15 വരെയും അതിനുശേഷം ഒക്ടോബർ 3 മുതൽ ഒക്ടോബർ 18 വരെയുമുള്ള സമയം വളരെ അനുകൂലമാണ്. ഈ കാലഘട്ടം പരമാവധിയും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ നല്ല വിജയം നേടാൻ സാധിക്കുന്നതാണ്. ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും PSC എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിൽ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ സമയം വിദ്യാർത്ഥികളും ബിസിനസ്സുകാരുമെല്ലാം ഒരുപോലെ നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ്. ഇടവക്കൂറുകാർക്ക് ജോലി സംബന്ധമായി ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 17 വരെയും ഒക്ടോബർ 17 മുതൽ നവംബർ 16 വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ്. അതിൽ തന്നെ ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 17 വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ്. ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും. PSC എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ്. തന്റെ ബിസിനസ്സിൽ അധികാരം ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് സമൂഹത്തിൽ നല്ല ഉയർച്ചയുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും. അടുത്തതായി ഇടവം രാശിക്കാർക്ക് സ്ഥലം വാങ്ങുന്നതിനായി മെയ് 14 മുതൽ ജൂൺ 7 വരെയും
തുടർന്ന് സെപ്റ്റംബർ 13 മുതൽ ഒക്ടോബർ 27 വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമായി ഭവിക്കുന്നതാണ്. ഈയൊരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലയ്ക്ക് വിൽപ്പന നടത്താൻ കഴിയുന്നതാണ്. പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ്. വീട് വയ്ക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇടവക്കൂറുകാർക്ക് രോഗസംബന്ധിയായി ജൂൺ 7 മുതൽ ജൂലൈ 28 വരെ വളരെ ദോഷപ്രദമാണ്. ഈ സമയം ധനപരമായി അനുകൂലമാണെങ്കിലും ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുള്ള കാലഘട്ടമാണ്. മനസന്തോഷക്കുറവും അനുഭവപ്പെടുന്നതാണ്. ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ്. ഇടവക്കൂറുകാർക്ക് വ്യാഴം ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്ന മെയ് 14 വരെയുള്ള കാലഘട്ടം പലവിധ ഭാഗ്യഹീനതകളും ഉണ്ടായേക്കാം. ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ വ്യാഴം 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ചില കാര്യങ്ങളിൽ ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം നേരിട്ടേക്കാം. കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നതിനുള്ള വേണ്ടത്ര കഴിവ് ഇവർക്ക് ഈ സമയങ്ങളിൽ ഇല്ലാതെ പോകുന്നതാണ്. കൂടാതെ ഭരണമേഖലകളിൽ ഇരിക്കുന്നവർക്കും അധികാര മേഖലകളിൽ ഇരിക്കുന്നവർക്കും അധ്യാപകർക്കും മറ്റും സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും ഇടയാകും. തൊഴിൽ സംബന്ധിയായി പല വിധേനയുള്ള കലഹങ്ങളും ഉണ്ടാകാനിടയുണ്ട്. വ്യാഴം ധനകാരകനായതിനാൽ ചില സമയങ്ങളിൽ ധനപരമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ വ്യാഴമാറ്റം ഇടവക്കൂറുകാർക്ക് ഉത്തമമാണ്. രാശിമാറ്റം ധനഭാവത്തിലേക്കായതിനാൽ ധനസംബന്ധിയായി ഏറെ സൗഭാഗ്യങ്ങൾ സിദ്ധിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം സത്യസന്ധമായ ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.